അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയോടെ തന്നെ തുടങ്ങുകയാണ്. ഞങ്ങൾ ജവഹർത്ത് മനറിൽ നിന്ന് ഹോട്ടൽ, പേര് വല്ലാത്തൊരു പേരാണ് കേട്ടോ വായിച്ചെടുക്കുന്നത്. എന്തായാലും ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വിട പറഞ്ഞ് നേരെ ഇനി ഞങ്ങളുടെ റിയാദിലേക്ക് പോവുകയാണ്. ഇന്ന് ഉംറ എല്ലാം ചെയ്തു, വളരെയധികം റാഹത്തായിട്ട് ചെയ്തൊരു ഉംറയായിരുന്നു. ഇതാണ് ഞങ്ങൾ വന്ന ബസ്. അൽ ഖുദ്സിൻ്റെ അടിപൊളി സർവീസാണ്. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഞാൻ എൻ്റെ കൂട്ടുകാരൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നത്, അല്ലാതെ എനിക്ക് ഇവരായിട്ടൊരു പരിചയമില്ല. അങ്ങനെ വന്ന ഒരു ട്രാവൽസാണ്. അപ്പോൾ എന്തായാലും വളരെയധികം സൂപ്പറായിട്ടുള്ളൊരു സർവീസായിരുന്നു. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ വന്ന ബസ്സിലുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങൾ കണ്ടത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉംറ ചെയ്തു നിർവഹിച്ച് അതിനുശേഷം നേരെ ഇനി പോകാൻ കുറച്ച് സ്ഥലത്ത് ആരൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ കേട്ടിരിക്കുക. ബാക്കിയുള്ളത് വഴിയെ പറയാം. الشكر يا الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا ശുദ്ധമായ ഒരു ഹറമിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് അരുതാത്തത് വന്നെങ്കിൽ നീ എല്ലാം ഒന്ന് മാപ്പ് ചെയ്യണേ റഹ്മാനേ, നീ മാപ്പ് ചെയ്യണം റഹ്മാനേ. ജീവിതത്തിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ അതെല്ലാം തിരുത്തിയിട്ടാനുള്ള മാപ്പ് ചെയ്യാനുള്ള ഒരു കഫാറത്തായി ഉംറകളിൽ നിന്ന് നീ സ്വീകരിച്ചു തരണം റഹ്മാനേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഇതുവരെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് പരിശുദ്ധ ഹറമിൽ നിന്ന് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. നിങ്ങളുടെ ആരുടെയും അവസാനത്തെ ഉംറയാക്കി ഈ ഉംറ മാറ്റല്ലേ അല്ലാഹ്, അവസാനത്തെ ഹറമിൽ നിന്നുള്ള മടക്കമാക്കല്ലേ റഹ്മാന്. ഇനിയും വരാൻ, ഇനിയും കാണാൻ, ഇനിയും ആസ്വദിക്കാൻ, ഇനിയും ഒരുപാട് ഇബാദത്തുകൾ ഹറമിൽ നിന്ന് ചെയ്യാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. ഹജ്ജ് ചെയ്യാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഫാമിലിയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഉംറ ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നീ അവർക്കതിനുള്ള വഴികൾ തുറന്നു കൊടുക്കണം റഹ്മാനേ. കച്ചവട സ്ഥാപനങ്ങളുള്ളവരുണ്ട്, ബിസിനസ് സംബന്ധമായ ഒരുപാട് പദ്ധതികളുള്ളവരുണ്ട്. ഞങ്ങൾക്ക് നിറഞ്ഞ കണ്ണിന്റെ കാഴ്ചശക്തി, ഞങ്ങളുടെ കേൾവിശക്തി, ബുദ്ധിശക്തി, ഓർമ്മശക്തി ഒന്നും നീ എടുത്തു കളഞ്ഞേക്കരുത് റഹ്മാനേ. ഞങ്ങളുടെ മക്കൾക്കെല്ലാം നല്ല ഹിസ്സമുള്ള കഴിവ് തീർക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. എല്ലാവരും അടുത്തേക്ക് പ്രദേശത്തേക്ക് നോക്കിയാൽ ജബലിൻ നൂറ് നമുക്ക് കാണാം. കണ്ടോ? കണ്ടില്ല? കണ്ടോ? അതല്ല, കണ്ടാണ് ഇടയ്ക്കിടെ നിബന്ധത്തിന്റെ മുമ്പ് തന്നെ ഇടയ്ക്കിടെ വന്നിരിക്കും, ഒറ്റക്ക് വന്നിരിക്കും. ആരും കാണാതെ ഒറ്റക്ക് വന്നിരിക്കാൻ ഇഷ്ടപ്പെടും. അങ്ങനെ അവിടെ വന്നിരിക്കും. നമ്മളൊരുള്ളൂ അവസാനം ഒരു ദിവസം 8 ദിവസങ്ങളിലാകും. ഒരു ദിവസം തങ്ങൾ പഠിപ്പിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വേറെ കണ്ടില്ലേ, അതിന്റെ ഏറ്റവും മുകളിലേക്ക് കയറുക, എന്നിട്ട് താഴെ കയറണം. അവിടെയാണ് ഏറ്റവും മുകളിൽ ഇറങ്ങിയിട്ട് മുകളിൽ കയറിയിട്ട് താഴെ കയറണം. പഴയകാലത്തെ ആളുകൾക്ക് കയറി പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചുറ്റിക. ഇപ്പം ആൾക്കാർക്ക് കയറി പോകാനുള്ള വഴി ഇത്ര നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ ഏകദേശം 2-3 മാസമായിട്ടും ഉണ്ടാക്കിയ വഴിയാണ് ഈ കാണുന്നത്. മുകളിൽ കയറിയിട്ട് താഴേക്ക് പോകാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നത് അൽഖുദ്സ് തന്നെയാണ്. 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം 6 ദിവസം 7 ദിവസം 8 ദിവസം 9 ദിവസം 10 ദിവസം 11 ദിവസം 12 ദിവസം 13 ദിവസം 14 ദിവസം 15 ദിവസം 16 ദിവസം 17 ദിവസം 18 ദിവസം 19 ദിവസം 20 ദിവസം 21 ദിവസം 22 ദിവസം 23 ദിവസം 24 ദിവസം 25 ദിവസം 26 ദിവസം 27 ദിവസം 28 ദിവസം 29 ദിവസം 30 ദിവസം 31 ദിവസം 32 ദിവസം 33 ദിവസം 34 ദിവസം 35 ദിവസം 36 ദിവസം 37 ദിവസം 38 ദിവസം 39 ദിവസം 40 ദിവസം 41 ദിവസം 42 ദിവസം 43 ദിവസം 44 ദിവസം 45 ദിവസം 46 ദിവസം 47 ദിവസം 48 ദിവസം 49 ദിവസം 50 ദിവസം 51 ദിവസം 52 ദിവസം 53 ദിവസം 54 ദിവസം 55 ദിവസം 56 ദിവസം 57 ദിവസം 58 ദിവസം 59 ദിവസം 60 ദിവസം 61 ദിവസം 62 ദിവസം 63 ദിവസം 64 ദിവസം 65 ദിവസം 66 ദിവസം 67 ദിവസം 68 ദിവസം 69 ദിവസം 70 ദിവസം 72 ദിവസം 73 ദിവസം
ഇത് ഞാൻ മുദസ്സിൽ അമീറായതുകൊണ്ട് മുദസ്സിൽ അമീറായിട്ട് നിങ്ങളിവിടെ വന്നുകൊണ്ടേ പറയണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുബന്ധത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലേക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ റിയാദിലെ അൽ ഖുദ്സ് അറിഞ്ഞവരാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്നാണ്. നിങ്ങൾ പലരും പലവട്ടം അൽ ഖുദ്സിനോട് സഞ്ചരിച്ച് ഒന്നും നിർവഹിച്ചവരാണ്. ചില സമയങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകൾ വരാറുണ്ട് എന്നൊക്കെ അതിനൊക്കെ മാറിയിട്ട് എപ്പോഴും നമ്മുടെ അൽ ഖുദ്സിന്റെ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് അവിടെ നിന്ന് യാത്രക്കാരെ കയറ്റിയിട്ട് എങ്ങനെയെങ്കിലും വിടുക, പിന്നെ എങ്ങനെ വന്നില്ലാത്ത രൂപത്തിൽ അന്ന് പോവുക എന്ന രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എപ്പോഴും അവിടെ നിന്ന് ഒരു പാസഞ്ചറി വണ്ടിയിൽ കയറിയിട്ട് പോവുകയാണെങ്കിൽ അയാൾക്ക് എന്താണ് വേണ്ടത്, ആ വാഹനത്തിന് ഏതൊക്കെ രൂപത്തിൽ അതിന് എന്താ അവരുടെ ധർമ്മങ്ങൾ ഏതൊക്കെ രൂപത്തിൽ അത് മാപ്പിലാകാത്ത രൂപത്തിൽ കണക്കെടുത്തെടുക്കാൻ കഴിയും ഏറ്റവും നല്ല രൂപത്തില് അവരെ ചെയ്യിച്ച് ഒരിക്കൽ യാതൊരുത്തില്ല. ചിലപ്പോൾ ബസ്സിൽ 20 ആളുണ്ടാവും, ചിലപ്പോൾ 25 ആളുണ്ടാവും, ചിലപ്പോൾ 30 ആളുണ്ടാവും. ആ ബസ്സിലുള്ള കാശ് ആ ബസ്സിലുള്ള ഉസ്താദ് അവരെ കൊണ്ടുകൊടുക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നിങ്ങളെന്തുകൊണ്ടാണ് അതിലേക്ക് ഉസ്താദുമാർ നോക്കേണ്ടതില്ല. ആ കൊണ്ടുപോയ ആളുകളെ നല്ല രൂപത്തിൽ തിരിച്ച് റിയാദിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശം. അൽഹംദുലില്ലാ ആ രൂപത്തിൽ തന്നെ ഉസ്താദുമാർ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിൽ ചില അപാകതകൾ ചില ഭാഗത്തുമൊക്കെ വരാറുണ്ട്. അൽഹംദുലില്ലാ എന്നാലും ഈ നടന്നു പോകുന്ന ബസിന്റെ സർവീസിലൂടെ ഓരോ ആഴ്ചയും റിയാദിൽ നിന്ന് വരുന്ന ബസ്സുകളുടെ എണ്ണങ്ങൾ പരിശോധിച്ചാൽ അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒരുപാട് മുന്നിൽ നിൽക്കുന്നത് അൽ ഖുദ്സ് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് അത് എപ്പോഴും മറുപടിയുണ്ട്. അൽ ഖുദ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ബാക്കി വരുന്നത് ഇതിന്റെ ജോലിക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഓഫീസ് വർക്കുകള് അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ചെലവഴിക്കപ്പെടുന്നത് ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി റിയാദിൽ നടക്കുന്ന ദഅ്വാ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊക്കെ അതല്ലെങ്കിൽ പ്രവാസികളായി മുൻപിവിടെ ജീവിച്ച് ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് കഷ്ടത അനുഭവിക്കുന്ന പ്രവാസികളെ കൈപിടിക്കാനാണ് ഈ ഒരു ബസ്സിലൂടെ ലഭിക്കുന്ന വരുമാനം ചെലവഴിക്കപ്പെടുന്നത്. ഞാൻ വെറുതെ അറിയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് തെളിവ് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിലുകൾ തരാൻ ഒരുക്കമാണ് ബസ്. പാലക്കാട് മണ്ണാർക്കാടാണ് എൻ്റെ വീട്. മണ്ണാർക്കാട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടില് ഉമ്മ വാപ്പ പിന്നെ ഉപ്പ ഉമ്മമ്മ വരില്ലേ. പിന്നെ ആ സൗദിയില് റിയാദിലാണ്. പേരൊക്കെ അറിയില്ല. ഞാൻ ആകെ 5 ദിവസമായിട്ടുള്ള വന്നിട്ട് ഹലോ, ഞാൻ കോഴിക്കോട് താമരശ്ശേരി ആൾക്കാരോ. ഞാൻ വന്നിട്ട് 2 ദിവസമായിട്ടാണ്. ഫസ്റ്റ് വരവാണ്. മാഷാഅല്ലാഹ് പോയി വിചാരിച്ചാൽ വന്ന് പിന്നെ വന്ന് പിന്നെ റിയാദിൽ 10 റൂമ് ഭയങ്കരമാണ്. ഞാൻ ഉംറ ചെയ്യുന്ന വിചാരിച്ചില്ലായിരുന്നു. കുറേ ദിവസത്തെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യങ്ങൾ പോകുന്നതാണ് ഉംറ സ്വദേശം കണ്ണൂർ ജില്ലയിലെ കക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ സൗദിയിൽ വന്നിട്ടിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഉംറയാണ്. അതുകൊണ്ട് അങ്ങനെ ആദ്യത്തെ ഉംറ ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു അമീറിന്റെ കൂടെ നല്ലൊരു ബസ്നാഥിന്റെ കൂടെ പോകണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൊണ്ട്
വന്നതാണ്. ഇപ്പോൾ ഫുട്വെയർ ഷൂവിൻ്റെയൊക്കെ ഹോൾസെയിൽ മാർക്കറ്റിലാണ് ജോലി. ആർക്കെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരക്ക് മുട്ടിയാൽ മതി. ഇപ്പോൾ ഫുട്വെയർ ആണെങ്കിലും ഷൂ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഹോൾസെയിൽ മാർക്കറ്റിലാണ്. ഒരു പുതിയൊരു സംരംഭമായിട്ട് വന്നതാണ്. എല്ലാവരും ദുആ ചെയ്യണം വിജയിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആയിരിക്കും. അസ്സലാമു അലൈക്കും. വന്നിട്ട് വീട്ടില് ഉമ്മ പെങ്ങളുണ്ട്. പെങ്ങളെ കല്യാണം കഴിഞ്ഞ് ഉമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഉമ്മറ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ വേറൊരു ടീമിൻ്റെ കൂടെയാണ് പോയത്. പിന്നെ രണ്ടാമത് പോയപ്പോൾ ബസ് മിസ്സായിട്ട് കൊതുസിൻ്റെ കൂടെ വന്നിട്ടാണ് ഉമ്മറ ചെയ്യുന്നത്. അപ്പോഴാണ് കൊതുസിന് നല്ല സർവീസ് പിന്നെ ഞാൻ കൊതുസ് തന്നെ തിരഞ്ഞെടുത്തത്. മലപ്പുറത്ത് സൗദിക്ക് വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. അതിനോട് ഞാൻ ഒരു ട്രാവൽസ് പറഞ്ഞതാണ് ഉംറ ചെയ്യാൻ വന്നത്. ഉംറ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആവശ്യത്തോടെ ഞാൻ എത്തുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഉവൈസ്. ഞാൻ സൗദി അറേബ്യയിൽ റിയാദിലാണ് വർക്ക് ചെയ്യുന്നത്. 2 വർഷമായി. കൊല്ലത്താണ് എൻ്റെ സ്ഥലം. പറയേണ്ടത് എനിക്കറിയില്ല. എൻ്റെ ഉത്സവം പറഞ്ഞിട്ട് ബ്ലോഗറിൻ്റെ കാര്യം പറയാം. ഞാൻ ബ്ലോഗറൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാറൊക്കെ ഉണ്ട്. അപ്പം ചെറിയൊരു യൂട്യൂബർ മാത്രം, അല്ലാതെ ബ്ലോഗെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് വീഡിയോസ് ആയിട്ട്. അല്ലാതെ കാര്യം വെച്ചാൽ എന്തായാലും സപ്പോർട്ട് നല്ല നാട് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് മെച്ചാട് എന്ന് പറയും. ഇരിട്ടി മെച്ചാട് വഴിയിൽ ഈ കാണുന്ന ഹോട്ടലിൽ നിർത്തി. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ആ ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കാനാണ്. അപ്പം നിലവിലൊരു മധുബൂത്ത് ഞങ്ങൾ 4 പേരുടെ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അതും കഴിച്ചു നേരെ ഇനി പോകുന്നത് റിയാദിലേക്കാണ്. റിയാദ് ഞങ്ങൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ ഉസ്താദിനോടും അതുപോലെ ഡ്രൈവറിനോടും സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞ് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തി. അങ്ങനെ അവിടെ ഇറങ്ങി അവർക്ക് എല്ലാവർക്കും സലാമും പറഞ്ഞു. അത്യാവശ്യം നല്ല അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ അവരോടെല്ലാം നന്ദിയും പറഞ്ഞു നേരെ. എന്തായാലും 2 പേരും നല്ല അടിപൊളി ഡ്രൈവർമാരായിരുന്നു. അവർ ഉറക്കമൊഴിച്ച് നമ്മളിവിടെ കൊണ്ട് എത്തിച്ചതിന് വളരെയധികം നന്ദി പറഞ്ഞു അവരടുത്ത്. നേരെ ഇനി എൻ്റെ കൂട്ടുകാരന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവൻ വരണം. അതിനുശേഷം മാത്രമാണ് എനിക്ക് പോകേണ്ടത്. ബത്തേന്ന് ഈ ടൈം അത്യാവശ്യം ബുദ്ധിമുട്ടാണ് നമുക്ക് പുറത്തിറങ്ങി നടക്കുന്നതിനകത്തൊക്കെ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. കള്ളന്മാരുടെ ശല്യം ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും അവൻ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരനുമായിട്ട് നേരെ പോകണേ. നൗഫലാണ് വന്നത്. അപ്പോൾ അവനുമായിട്ട് നേരെ പോകുന്നത് എൻ്റെ റൂമിലേക്കാണ്. അത്യാവശ്യം ഒരു 10-12 കിലോമീറ്ററോളം മാത്രമേ ഉള്ളൂ. എന്തായാലും അവൻ കൊണ്ടാക്കി വളരെയധികം അവനോട് നന്ദി പറഞ്ഞു. നേരെ ഇനി എൻ്റെ റൂമിലേക്ക് പോയി കുറച്ച് നേരം കിടന്നുറങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അവൻ്റെ മാമായും കൂടെ ഉണ്ടായിരുന്നു. 2 പേർക്കും സലാമും പറഞ്ഞു. നേരെ ഇനി പോവുകയാണ് എൻ്റെ റൂമിലേക്ക്. വളരെ നന്ദി കേട്ടോ. അപ്പോൾ എത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കൂടെ നിർത്തുക. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും ബൈ.